സോ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അഗ്രികൾച്ചറൽ പോളിസീസ് ആൻഡ് സ്കീമാണ്. സ്ക്രീൻ വിസിബിൾ അല്ലേ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ അതിനു മുമ്പ് നമ്മുടെ അഗ്രികൾച്ചറൽ സ്കീമുകൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് മനസ്സിലാക്കണം? രണ്ട് തരത്തിലുള്ള സ്കീമുകളുണ്ട്. ഇത് നോട്ട് ചെയ്യണേ. ഒന്ന് എന്ന് പറയുന്നത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സ്കീംസ്. രണ്ടാമത്തെ വരുന്നത് സെൻട്രൽ സെക്ടർ സ്കീമാണ്. സെൻട്രൽ സ്പോൺസേർഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അറിയില്ല സർ. എനി ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഗസ്? സെൻട്രലി സ്പോൺസേർഡ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതാണോ? അവരെന്തെങ്കിലും ക്രെഡിറ്റ് സെൻട്രലി സ്പോൺസേർഡ് എന്ന് പറയുന്നത് സെൻട്രും സ്റ്റേറ്റും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഉള്ളൊരു സ്കീം. അതായത് 50% സെൻട്രൽ കൊടുക്കും, അല്ലെ 60% സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും, ബാക്കി 40% ഫണ്ട് അതത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണം. അങ്ങനെ മനസ്സിലായോ? ഫണ്ടിങ് ബൈ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ. സെൻട്രൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെൻട്രൽ സെക്ടർ ഫണ്ടിങ് എൻറ്റയർലി ഡൺ ബൈ സെൻട്രൽ ഗവൺമെന്റ്. എൻറ്റയർ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും വഹിക്കുക ആ സ്കീമിന്റെ. ഓക്കെ. അതുപോലെ തന്നെ നോർമലി ഉണ്ടാവുന്ന ഒരു ഷെയറിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് സെൻട്രൽ 60%, സ്റ്റേറ്റ് 40%, അല്ലെങ്കിൽ 70-30 എന്നുള്ള ഒരു റേഷ്യോ ഉണ്ട്. പിന്നെ ഉള്ളത് 90-10 എന്നുള്ള ഒരു സ്പെഷ്യൽ സ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. നോർത്ത് ഈസ്റ്റ് പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഈ ഒരു റേഷ്യോ ആണ് കൂടുതൽ ഉണ്ടാവാറ്. 70-30 അല്ലെങ്കിൽ 90-30 എന്നുള്ള, അല്ല 90-10 എന്നുള്ള റേഷ്യോ. ഓക്കെ. ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീമിൽ വരുന്ന സ്കീമുകൾ പൊതുവെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളായിരിക്കും. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സ്റ്റേറ്റ് ലിസ്റ്റ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നൊക്കെ? കേട്ടിട്ടുണ്ട്. എന്താണ് അതൊക്കെ? പവേഴ്സിനെ ഡിവൈഡ് ചെയ്തല്ലേ? അതാണ്. 3 ലിസ്റ്റുകളാണുള്ളത്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിലാണ് അതിന് തീരുമാനം എടുക്കാൻ പറ്റുക. അതായത് സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ ആ കാര്യങ്ങൾ ഇടപെടാൻ പറ്റും. പാർലമെന്റ് ആണ് അതിലുള്ള ലോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. രണ്ടാമത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ദാറ്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ് ക്യാൻ മേക്ക് ലോൺ. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, അതായത് നിയമസഭകളിലാണ് പവർ ഉള്ളത് നിയമം ഉണ്ടാക്കാൻ ആ ലിസ്റ്റിൽ. പിന്നെ കൺകറന്റ് ലിസ്റ്റ്. അതെന്താണ്? ബോത്ത് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ക്യാൻ മേക്ക് ലോസ്. രണ്ടാക്കും പറ്റും. അങ്ങനെ ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീം പൊതുവെ ഏതായിരിക്കും? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്ട്സ് ആയിരിക്കും. അതെന്താ വെച്ചാൽ നിങ്ങൾ ചിന്തിക്കണം, എന്ത് സെൻട്രും സ്റ്റേറ്റും അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാകാം. അത് മറിച്ച് സെൻട്രൽ സെക്ടർ സ്കീമിലേക്ക് വരുമ്പോൾ നോർമലി ആണ്, ഇത് നിർബന്ധമാണില്ല, നോർമലി യൂണിയൻ ലിസ്റ്റിലുള്ള സബ്ജക്റ്റ് ആണ് സെൻട്രൽ സെക്ടർ സ്കീമുകളിൽ വരുന്നത്. ഓക്കെ.
അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഏജൻസി എന്ന് പറയുന്നത് സെൻട്രൽ സെക്ടറിന്റെ അല്ല സെൻട്രലി സ്പോൺസേഡ് സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ ഏജൻസി ആരായിരിക്കും? ആരാണ് ആരാണ് സാധ്യത ഈ സെൻട്രലി സ്പോൺസേഡിന്റെ? ഗവൺമെന്റ് ആണോ? സെൻട്രൽ ഗവൺമെന്റ്? സെൻട്രൽ ഗവൺമെന്റ് ആണോ? ഈ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ സെക്ടർ ആവുമ്പോഴോ ഇംപ്ലിമെന്റേഷൻ ഏജൻസി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് കേട്ടോ. കാരണം ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ ഫുൾ ഫണ്ട് എടുക്കുന്നത്. പിന്നെ യൂണിയൻ ലിസ്റ്റിൽ നിന്നാണ് പൊതുവെ കാര്യങ്ങൾ എടുക്കുന്നതും. അപ്പോൾ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. പിന്നെ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് സെൻട്രൽ സെക്ടർ സ്കീമിന്റെ ഒരു എക്സാമ്പിൾ ആണ് മുദ്ര യോജന, അതുപോലെ ഭാരത് നെറ്റ് എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ സെൻട്രലി സ്പോൺസേർഡ് ആണ് MG നരേഗ കേട്ടില്ലേ? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, MG നരേഗ. അതുപോലെ തന്നെ PM കൃഷി സിഞ്ചായ് യോജന നമുക്ക് പഠിക്കാനുള്ളതാണ് അടുത്ത. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഇത് രണ്ടും ക്ലിയർ അല്ലേ? സെൻട്രലി സ്പോൺസേർഡ് സ്കീമും സെൻട്രൽ സെക്ടർ സ്കീമും അല്ലേ? ക്ലിയർ അല്ലേ? അതെ സർ. ക്ലിയർ ആണ് ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ പറഞ്ഞു നമ്മൾ നോക്കാൻ പോകുന്നത് അഗ്രികൾച്ചറൽ പോളിസി സ്കീമാണ്. അതിൽ ഒന്നാമത്തെ വരുന്നത് ഒരു ഏജൻസിയാണ്. ഇത് എന്ന് പറയുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാഫെഡ് എന്ന് അതിനെ ചുരുക്കി വിളിക്കാം. നാഫെഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 2nd October 1958. ഓക്കെ, 1958 ഒക്ടോബർ 2-നാണ് നാഫെഡ് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇംപ്ലിമെന്റിംഗ് ദ പ്രൈസ് സപ്പോർട്ട് ഓപ്പറേഷൻ ഫോർ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഇൻ ഇന്ത്യ. കൊമേഴ്ഷ്യൽ ക്രോപ്പിന്റെ പ്രൈസ് സപ്പോർട്ട് ഓപ്പറേഷന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, നാഫെഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഒന്ന് നോക്കാനുള്ളത് നാഫെഡ് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് 1958 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിന്റെ അന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത് നോക്കേണ്ടത് നാഫെഡിന്റെ ഫുൾ ഫോം എന്താണുള്ളത്. പല CUET-കളുടെ എക്സാമുകളിലും ചോദ്യം വന്നിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് ഫോം തരും, എന്നിട്ട് അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് ചോദിക്കുന്ന ഒരു രീതി ഈ UGCക്ക് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സോ ചെറിയൊരു മാറ്റത്തിലുള്ള 4 ഓപ്ഷനാണ് അവർ പൊതുവെ തരാറുള്ളത്. അപ്പം നോക്കാം, നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, നാഫെഡ്. ഓക്കെ, അടുത്തതായി വരുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ്, PM കിസാൻ. PM കിസാന്റെ ഈ മോഡി ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അടിപൊളി പേരുകൾ ഇടും. കേൾക്കാൻ തന്നെ ഭയങ്കര രസമായിരിക്കും. PM കിസാൻ അങ്ങനെ ഇവരുടെ പല സ്കീമുകളുടെ പേരൊക്കെയാണ്, പക്ഷെ അതിന് നല്ല അടിപൊളി ഫുൾ ഫോം ഉണ്ടാവും. പക്ഷെ കേൾക്കുമ്പോൾ എന്താണ്, കേൾക്കാൻ ഭയങ്കര രസം ഉണ്ടാകുന്ന ഒരു നെയിമുകളാണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ പൊതുവെ ഈ ബ്യൂറോക്രാറ്റുകളാണ് ഇങ്ങനെ പേരുകളൊക്കെ ഇടുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭംഗി നമുക്ക് രസമാണ് അത് കേൾക്കാൻ. അതുപോലെ അതുപോലുള്ളൊരു സ്കീമാണ് PM കിസാൻ എന്നുള്ളത്. കിസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹിന്ദിയിൽ കിസാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഫാമേഴ്സ്. യെസ്. സോ PM കിസാൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. അപ്പൊ സമ്മാൻ നിധി ആകുമ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു നിധി കൊടുക്കലാണ്. അപ്പൊ വേറൊരു
നിങ്ങൾ നോക്കേണ്ട ഈ വേർഡ് ഡീകൺസ്ട്രക്ഷൻ മെത്തേഡാണ്. ആ വേർഡിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എടുക്കാൻ ശ്രമിക്കുക. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമുകളിൽ ഈ വേർഡ് ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ പലപ്പോഴും പഠിക്കുന്ന സമയത്ത് ആ രീതിയിൽ തന്നെ പഠിക്കാൻ നോക്കുക. ഇവിടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്തോ ഒരു സമ്മാന നിധി കൊടുക്കുന്നുണ്ട്. അതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ഈസ് എ ഫാർമർ വെൽഫെയർ സ്കീം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഒരു ഫാർമർ വെൽഫെയർ സ്കീമാണ്. ഓൾ ഫാമേഴ്സ് ഹാവിംഗ് ലാൻഡ് ഹോൾഡിംഗ്സ് അപ് ടു 2 hectares ആർ എലിജിബിൾ അണ്ടർ ദ സ്കീം. 2 ഹെക്ടർ വരെയുള്ള ലാൻഡ് ഹോൾഡിങ്സ് ഉള്ള ഫാമേഴ്സ് ഈ സ്കീമിനുള്ളിൽ എലിജിബിൾ ആണ്. നിങ്ങൾ വീട്ടിൽ ചിലപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടാവും. മോഡി ഗവൺമെന്റ് 6000 രൂപ കിട്ടുന്നുണ്ട്, പലരും കൊടുത്ത ഓർമ്മ ഉണ്ടാവും. പല നാട്ടിലും കൊടുത്തിട്ടുണ്ട്. പലരും ചിലപ്പോൾ പിടിക്കപ്പെടുന്നുണ്ട്, കൊടുക്കാതിരുന്നവരുണ്ട് ഇല്ലേ? വീട്ടിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവില്ലേ? മോഡിന്റെ ഒക്കെ 6000 രൂപ ഉണ്ട് എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ടോ വീട്ടിൽ നിന്ന്? അക്ഷയ പോയിട്ട് അറിയൂല. നമ്മളെ നാട്ടിലൊക്കെ അത് ഭയങ്കര എന്താണ് ഒരു ട്രെൻഡിങ് ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സോ ഓൾ ഫാമേഴ്സ് ഹാവിംഗ് ലാൻഡ് 2 hectares വരെയുള്ള ആള് എലിജിബിൾ ആണ് ഈ സ്കീമിൽ. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ PM കിസാൻ സ്കീം ഈസ് ടു പ്രൊമോട്ട് ഫാമേഴ്സ് ഇൻകം ആൻഡ് മേക്ക് ദം സെൽഫ് റിലയൻറ്റ്. അവരെ ഇൻകം സപ്പോർട്ട് ചെയ്യാന്നുള്ളതും അവരെ സെൽഫ് റിലയൻറ്റ് ആക്കാന്നുള്ളതാണ് ഈ PM കിസാന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് സ്കീം ദ ഗവൺമെന്റ് പ്രൊവൈഡ്സ് ഡയറക്റ്റ് ബെനിഫിറ്റ് ഓഫ് ₹6,000 per year to all small and marginal farmers in the country. This benefit is provided in 3 installments every 4 months. അപ്പോൾ മനസ്സിലാക്കേണ്ടത് 6000 രൂപയാണ് ഒരു വർഷം ഫാമേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി കൊടുക്കും. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ വരുന്നത് എല്ലാ വർഷവും ഇയർലി ആണ്, പക്ഷെങ്കിൽ അത് കൊടുക്കുന്നത് വെച്ചാൽ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. 4 മാസം കൂടുമ്പോൾ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് 2000. അങ്ങനെയാണ് ഈ സ്കീമിൽ ഫാമേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പൈസ എത്തിക്കുന്നത്. ഇത് ശ്രദ്ധിക്കണം, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. PM കിസാനിൽ ഒന്നാമത് 2 hectares വരെയുള്ള ഫാമേഴ്സ് ആണ്. അതിൽ കൂടുതൽ ഉണ്ടാക്കിയ പൈസക്കാരനായ ഫാമർ ആണല്ലോ. അപ്പൊ ആ ഒരു ലോജിക്ക് ഉണ്ടായി, 2 hectare എന്നുള്ളൊരു ലോജിക്ക് ഉണ്ടാവണം. മൂന്നാമത് ഓർമ്മിക്കേണ്ടത് 6000 രൂപയാണ് ഒരു വർഷം, അതും 4 മാസം കൂടുമ്പോഴുള്ള 3 ഇൻസ്റ്റാൾമെന്റ് ആണ് ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, ഹിയർ ആർ some of the benefit of the PM കിസാൻ സ്കീം. എന്തൊക്കെ ബെനിഫിറ്റ് എന്നുള്ളത് നോക്കാം. ഇറ്റ് വിൽ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്. ചെറുകിടക്കാരായ ഫാർമേഴ്സിന് എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഇത്. ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ഇൻകം ഓഫ് ഫാർമേഴ്സ്. ഫാർമേഴ്സിന്റെ ഇൻകം കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. It will help to make farmers self-reliant and it will help to reduce the burden on farmers. ഫാമേഴ്സിന്റെ മുകളിലുള്ള ബേർഡൻ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ ഫാമേഴ്സ്. ഫാമേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പൊതുവായിട്ടുള്ള എല്ലാ സ്കീമുകളും ഉദ്ദേശിക്കുന്ന ഗവൺമെന്റ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഫാമേഴ്സിനെ നല്ല രീതിയിൽ സെൽഫ് റിലയന്റ് ആക്കുക, അല്ലെങ്കിൽ അവരെ ഇൻകം കൂട്ടാൻ സഹായിക്കുക, അവരെ ബേർഡൻ ഒഴിവാക്കുക. അതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഏകദേശം എല്ലാ സ്കീമിന്റെ. ഓക്കെ, അടുത്തതായിട്ട് വരുന്നതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഈ ബീമ യോജന എന്ന് കേൾക്കുമ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബീമ യോജന എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് സ്കീം ആയിരിക്കും. ഓക്കെ, ഹിന്ദി വേർഡ്സ് ആണ് ഇതൊക്കെ, ശ്രദ്ധിക്കുക. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഈസ് എ ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം. ഒരു ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 2016. ഇത് നോട്ട് ചെയ്യുക, 2016 പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ദ സ്കീം എയിംസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ടു ഫാമേഴ്സ് അഗെയിൻസ്റ്റ്. എന്തിന് അഗെയിൻസ്റ്റ് ആണ് ഈ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കുന്നത്? അഗെയിൻസ്റ്റ് ക്രോപ്പ് ലോസസ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, പെസ്റ്റ് ആൻഡ് ഡിസീസസ്. അതായത് നാച്ചുറൽ കലാമിറ്റി വന്നിട്ട് ഉണ്ടായ ക്രോപ്പ് ലോസ്, അല്ലെങ്കിൽ ഈ പെസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ എന്താ പറയാ, പെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ മറ്റേ ഉപദ്രവകാരികളായ കുറെ
പ്രാണികളും ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അവരാണ്. അവരെ കൊണ്ടുള്ള ക്രോപ്പ് ലോസ്, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരിക ഈ ഐറ്റംസിന്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ആണ്. അങ്ങനെ ഒന്ന് എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. The scheme is mandatory for all farmers cultivating notified crop in notified areas. നോട്ടിഫൈഡ് ഏരിയാസിൽ നോട്ടിഫൈഡ് ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ ഫാമേഴ്സിനും മാൻഡേറ്ററി ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ശ്രദ്ധിക്കുക. The scheme is mandatory for all farmers cultivating notified crops in notified areas. ആ നോട്ടിഫൈഡ് ഏരിയാസ്, ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത ഏരിയ ഉണ്ട്, അതുപോലെ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത ക്രോപ്സുകളുണ്ട്, അതിന് എന്തായാലും മാൻഡേറ്ററി ആണ് ഈ സ്കീം. ചില സമയത്ത് എക്സാമുകളിൽ ഇങ്ങനെയുള്ള എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോൾ നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും, എന്ത് ചിലപ്പോൾ ഇത് തെറ്റാണെങ്കിലോ, ഇങ്ങനെ ആവാൻ സാധ്യതയില്ല, മാൻഡേറ്ററി ആവൂല, ഒരു ഗവൺമെന്റ് ഒരു ഇൻഷുറൻസ് അല്ലേ, ഫാമേഴ്സിന് പറ്റിയില്ലെങ്കിലോ, അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ ഇവിടെ വളരെ വ്യക്തമാണ്, എല്ലാ ഫാമേഴ്സിനും അല്ല, ഓൾ ഫാമേഴ്സ് കൾട്ടിവേറ്റിംഗ് നോട്ടിഫൈഡ് ക്രോപ്സ് ഇൻ നോട്ടിഫൈഡ് ഏരിയാസ്. ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇതാണ്, നോട്ടിഫൈഡ് ക്രോപ്സും നോട്ട് ഇൻ നോട്ടിഫൈഡ് ഏരിയാസ്. ഓക്കെ. The premium for the scheme is shared between the government and the farmers. ഗവൺമെന്റും ഫാർമറും തമ്മിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും ഈ ഇതിന്റെ പ്രീമിയം എന്ന് പറയുന്നത്. ഇപ്പൊ 100 റുപ്യ ആണെങ്കിൽ ഒരു 50 റുപ്യ ഗവൺമെന്റും 50 റുപ്യ ഫാർമറും അടക്കുന്ന രീതിയിലായിരിക്കും സ്കീം ഉള്ളത്. ഓക്കെ. അതുപോലെ തന്നെ the government bears 50% of the premium for small and marginal farmers. ചെറുകിട ഫാമേഴ്സിന് എന്താണ്, ഗവൺമെന്റ് 50% പ്രീമിയം ബിയർ ചെയ്യും. അതായത് 100 രൂപയാണ് പ്രീമിയം എങ്കിൽ 50 രൂപ ഗവൺമെന്റ് കൊടുക്കും, 50 രൂപ ആ ഫാർമറും കൊടുക്കണം. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ഇൻകം ഓഫ് ഫാർമേഴ്സ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഫാർമേഴ്സിന്റെ ഇൻകം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഇൻഷുറൻസ് സ്കീം ഉണ്ടാവുമ്പോൾ അവിടെ ഫാമേഴ്സിന് കോൺഫിഡൻസ് ലെവൽ കൂടും, ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാനും അവിടെ നടാനും എല്ലാത്തിനും. കാരണം അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഫാമേഴ്സിന് ഉണ്ടാവും. അതൊരു ധൈര്യമാണ് ഫാമേഴ്സിന് ഗവൺമെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഫാമേഴ്സിന് നല്ല ഇൻകം കൂടും, നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്യപ്പെടും, നന്നായിട്ട് ഇൻകം കൂടും. ഓക്കെ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, 2016 ഈ ഫസൽ ബീമ യോജന ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്നും, രണ്ടാമത് ഇത് ക്രോപ്പ് ലോസിനാണ്, അതായത് നാച്ചുറൽ കലാമിറ്റീസും പിന്നെ പെസ്റ്റും പിന്നെ ഡിസീസ് ഉണ്ടാകുന്നതും. അതിന് പുറമെ നോക്കേണ്ടത് ഗവൺമെന്റ് 50% പ്രീമിയം ബിയർ ചെയ്യും, ബാക്കി 50% ഫാമേഴ്സ് തന്നെ ബിയർ ചെയ്യേണ്ടതാണ്. ഓക്കെ. അതുപോലെ സ്കീം പ്രൊവൈഡ്സ് കവറേജ് അഗെയിൻസ്റ്റ് ക്രോപ്പ് ലോസ് ഡ്യൂ ടു, ഇനി എന്തൊക്കെയാണ് കാരണങ്ങൾ, എന്തൊക്കെ കാരണങ്ങളാൽ ക്രോപ്പ് നഷ്ടപ്പെട്ടാലാണ് ഈ ഇൻഷുറൻസ് കിട്ടാന്നാ പറയുന്നത്. ഒന്ന് ഡ്രോട്ട്, ഒന്ന് ഫ്ലഡ്, ഒന്ന് ഹെയിൽ സ്റ്റോം, പിന്നെ സൈക്ലോണ്, പിന്നെ കീടങ്ങളെ കൊണ്ട്, പിന്നെ അതുപോലെ തന്നെ രോഗങ്ങളെ കൊണ്ട്. വരൾച്ച, പിന്നെ ഫ്ലഡ്, അതുപോലെ തന്നെ സൈക്ലോണ്, അങ്ങനെ ഇതൊക്കെ കാരണങ്ങളാൽ ക്രോപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. The scheme also provides coverage against post harvest losses. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ രീതിയിൽ ചോദിക്കാം, സ്കീം എന്ത് ചെയ്യാന്ന്, പോസ്റ്റ് ഹാർവസ്റ്റ് ഇല്ല, ഹാർവസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ സ്കീം ബാധകമാവുള്ളൂ എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അങ്ങനെയല്ല, പോസ്റ്റ് ഹാർവസ്റ്റും കൂടിയാണ്. കാരണം ബേസിക് ആയിട്ടുള്ള ഒരു തോട്ടാണ് അവിടെ. പോസ്റ്റ് ഹാർവസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഈ സ്കീം കൊണ്ട് എന്താ കാര്യമുള്ളത്, അല്ലെങ്കിൽ ഈ ഇൻഷുറൻസിനെ കൊണ്ട് എന്താ കാര്യമുള്ളത്, അല്ലേ? സോ കവറേജ് അഗെയിൻസ്റ്റ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് ഡ്യൂ ടു ഫയർ, തെഫ്റ്റ്, കട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ കത്തിപ്പോവുക, അല്ലെങ്കിൽ അൺഫോർസീൻ ഇവന്റ്സ്, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടായാൽ, അൺഫോർസീൻ ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ടായാൽ എന്ത് ചെയ്യും,
നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ടു ദി ഫാമേഴ്സ് അഗൈൻസ്റ്റ് ക്രോപ്പ് ലോസസ് ഡ്യൂ ടു നേരത്തെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫാമേഴ്സ് വൾണറബിലിറ്റി ടു ക്രോപ്പ് ലോസസ്. ഫാർമേഴ്സിനെ അങ്ങനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ക്ലിയർ ആണോ? PMFBY, Yes, sir. അതുപോലെ തന്നെ PM കിസാനോ ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, അടുത്ത സ്കീമാണ് പ്രധാൻ മന്ത്രി കൃഷി സിഞ്ചായി യോജന. ഈ സിഞ്ചായി എന്ന് കണ്ടാൽ തന്നെ നോക്കണം, ഇത് ഇറിഗേഷൻ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതൊരു ഹിന്ദി വേർഡാണ്. ഓക്കെ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി, കൃഷിന്റെ വെള്ളടിക്കുന്ന, അതായത് ഇറിഗേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കുന്ന ഒരു യോജനയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന് പറയുന്നത്. ദ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ഈസ് എ സെൻട്രലി സ്പോൺസേഡ് സ്കീം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 2015 in 2015. സോ സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്? എന്താണ് സെൻട്രലി സ്പോൺസേഡ് സ്കീം? ഹാഫ് സ്റ്റേറ്റും ബാക്കി സെൻട്രും. ബാക്കി സെൻട്രലും കൊടുക്കുന്ന, ഹാഫ് സ്റ്റേറ്റ് എന്നല്ല, രണ്ടാളും ഷെയർ ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ 60-40 ആണ് ഫസ്റ്റ് വരുന്നൊരു ഷെയറിങ് റേഷ്യോ പറയുന്നത്, അല്ലെങ്കിൽ 70-30, അല്ലെങ്കിൽ 90-10. ഇതിങ്ങനെ വരുന്നത് വെച്ചാൽ ഈ 70-30 ഒക്കെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലും, അല്ലെങ്കിൽ വീക്ക്ലി, അതായത് വീക്കർ സ്റ്റേറ്റ്സ് ഉണ്ടാവുമല്ലോ, അതായത് ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഒക്കെ പോലുള്ള അവർക്കൊക്കെയാണ് ഈ പൊതുവെ ഈ 70-30 റേഷ്യോ ഉണ്ടാവല്. നോർത്ത് ഈസ്റ്റില് പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ അങ്ങനെയുള്ളിടത്താണ് ഈ 90-10 റേഷ്യോ വരുന്നത്. ഓക്കെ, 50-50 അല്ല കേട്ടോ, സെൻട്രലി സ്പോൺസേഡ് എന്ന് പറയുന്നത് 50-50 അല്ല. ഓക്കെ, സോ ദ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ഈസ് എ സെൻട്രലി സ്പോൺസേഡ് സ്കീം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 2015. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത സ്കീമാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. The scheme aims to provide financial assistance to farmers for the installation of micro irrigation system. അതായത് ഇതിന്റെ എയിം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കൊടുക്കുകയാണ് ഫാർമേഴ്സിന് എന്ത് ചെയ്യാൻ, ഈ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. The scheme is open to all farmers who own less than 2 hectares of the land. സോ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എപ്പോഴും സ്കീമുകളൊക്കെ വരുമ്പോൾ വലിയ മുതലാളിമാരായിട്ടുള്ള ഫാമേഴ്സിന് എന്ത് ചെയ്യില്ല, സ്കീമുകൾ കൊടുക്കൂല. ആ ഒരു ലോജിക്ക് ഉണ്ടായാൽ മതി. സോ ഇവിടെ ഓർമ്മിക്കേണ്ടത്, സ്കീം ഈസ് ഓപ്പൺ ടു ഓൾ ഫാമേഴ്സ് ഹു ഓൺ ലെസ് ദാൻ 2 hectares ഓഫ് ദി ലാൻഡ്. 2 ഹെക്ടറിനെക്കാട്ടി കുറവ് ലാൻഡ് ഉള്ള ഫാമേഴ്സിന്, എല്ലാ ഫാമേഴ്സിനും എന്താണ് ഈ സ്കീം ഉപയോഗപ്പെടുത്താൻ പറ്റും. ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഫോം ഓഫ് ലോൺ. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ലോണിന്റെ ഫോമിലാണ് നൽകുന്നത്. അതായത് ഗവൺമെന്റ് ഫുൾ എമൗണ്ട് അങ്ങ് കൊടുക്കലല്ല, ഇതൊരു ലോൺ ആണ്, വിച്ച് ഈസ് ടു ബി റീപെയ്ഡ് ഓഫ് ഓവർ എ പീരീഡ് ഓഫ് 5 years. 5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, റീപേ ചെയ്താൽ മതി. സോ ദ ലോൺ ഈസ് ഇൻട്രസ്റ്റ് ഫ്രീ ഫോർ ദ ഫസ്റ്റ് 2 years. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആട്ടോ. ലോണിന്റെ രീതിയിലാണ് ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ വരുന്നതാണ് ലോൺ ഈസ് ഇൻട്രസ്റ്റ് ഫ്രീ. ഇൻട്രസ്റ്റ് ഫ്രീ ആണ്, ഇൻട്രസ്റ്റ് വേണ്ട. ഫോർ ദി ഫസ്റ്റ് 2 years, ആദ്യത്തെ 2 വർഷത്തിലേക്ക് എന്താ വേണ്ട, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബാക്കിയുള്ള 3 വർഷമാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഓൾസോ it provides financial assistance to farmers for the installation of micro irrigation system. മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ അഡോപ്ഷൻ ഓഫ് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം. അതായത് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാനുള്ള സഹായം ഈ ഒരു സ്കീം കൂട്ടുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് വാട്ടർ യൂസ്. വാട്ടർ യൂസ് ചെയ്യാനുള്ള
യൂസിൻ്റെ എഫിഷ്യൻസി ഈ സ്കീം കൂട്ടുന്നുണ്ട്. ഇറ്റ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ക്രോപ്പ് പ്രൊഡക്ഷൻ. ഒബ്വിയസ്ലി ക്രോപ്പ് പ്രൊഡക്ഷൻ കൂടും, നല്ല രീതിയിൽ വെള്ളം ഇതൊക്കെ കിട്ടാൻ തുടങ്ങി എന്താവും, ക്രോപ്പ് പ്രൊഡക്ഷൻ കൂടും. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡ്യൂസ് അല്ലെ പ്രൊഡക്റ്റ്. എന്താണ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടാൻ ഈ ഒരു സ്കീം സഹായിക്കുന്നത്. ഇതൊക്കെ ഒരു ജനറലി വരുന്നതാണ്. ഇങ്ങനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കാര്യമായിട്ട് നോക്കേണ്ടത്. ഇതൊരു മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ആ സ്കീമിൽ തന്നെ പൈസ കൊടുക്കുന്നത്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഒരു ലോണിന്റെ ഫോമിലാണ്. അതുപോലെ തന്നെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ആർക്കാണ് കിട്ടുക എന്നുള്ളത് വെച്ചാൽ 2 ഹെക്ടേഴ്സ് ലാൻഡിനെക്കാട്ടി കുറവുള്ള, അതായത് 2 ഹെക്ടേഴ്സ് ലാൻഡിൽ താഴെയുള്ള ഭൂമിയുള്ള ആൾക്കാണ് ഈ സ്കീം ലഭിക്കുക. അതുപോലെ തന്നെ ലോണിന്റെ ഫോമിലായിരിക്കും. ഇത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. അങ്ങനെ വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഇതിൽ ഫണ്ട് കൊടുക്കണം. അതുപോലെ തന്നെ ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 വർഷത്തേക്ക് ഫ്രീ ആണ്. ആദ്യത്തെ 2 വർഷം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതില്ല. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? സിഞ്ചായ് യോജന ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് പ്രധാൻ മന്ത്രി കിസാൻ മാൻധാൻ യോജന, PMKMY. Pradhan Mantri Kisan Mandhan Yojana is a voluntary and contributory pension scheme for small and marginal farmers in India. ഒരു പെൻഷൻ സ്കീമാണ്. ആർക്ക് വേണ്ടിയിട്ടുള്ള? സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വോളണ്ടറി അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ് ഈ പ്രധാൻ മന്ത്രി കിസാൻ മാൻധാൻ യോജന എന്ന് പറയുന്നത്. ദ സ്കീം വാസ് ലോഞ്ച്ഡ് ഓൺ 12 September 2019 by പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. റീസെന്റ്, അതായത് കുറച്ച് ഇപ്പം അടുത്ത് 2019 ലോഞ്ച് ചെയ്ത സ്കീമാണ്. നരേന്ദ്രമോദി 2019 സെപ്റ്റംബർ 12 ലോഞ്ച് ചെയ്ത സ്കീമാണ് ഈ പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. ഇറ്റ് ഈസ് എ വോളണ്ടറി ആൻഡ് കോൺട്രിബ്യൂട്ടറി ഫോർ ഫാമേഴ്സ് വിത്ത് എൻ ഏജ് ഗ്രൂപ്പ് ഓഫ് 18 to 40 years and a monthly pension of rupees 3,000 will be provided to them on attaining the age of 16 years. ഇതൊരു വോളണ്ടറി അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറി ആണ്. ആർക്ക് വേണമെങ്കിലും ഇതിൽ ചേരാം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ഫാമേഴ്സിന് ചേരാം. 3000 രൂപ അവർ 60 വർഷം, അതായത് 60 വയസ്സായതിനു ശേഷം എന്ത് ചെയ്യും, 3000 രൂപ അവർക്ക് കിട്ടാൻ തുടങ്ങും. മന്ത്ലി ബേസിൽ ഒരു പെൻഷൻ രൂപത്തിൽ കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ PM കിസാൻ മാൻധൻ യോജന എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, അതുപോലെ തന്നെ അവർ മരിക്കുകയാണെങ്കിൽ ഇതിലൊരു പ്രൊവിഷനാണ് ഇവിടെ ചേർക്കാൻ പറ്റുക. ഇതിപ്പോ ഈ യോജനയിൽ ചേർന്ന ആള് മരിക്കുകയാണെങ്കിൽ അവരെ സ്പോസിന് എന്ത് കിട്ടും? അതിന്റെ 50% ഓഫ് ദി പെൻഷൻ കിട്ടും. അതായത് ഇപ്പൊ ഞാൻ ഈ സ്കീമിൽ ചേരുകയാണെങ്കിൽ ഞാൻ 60 ഇയേഴ്സ് 60 വയസ്സിന് ശേഷം ഞാൻ മരിച്ചു. അപ്പോൾ ആര് കിട്ടും? എൻ്റെ വൈഫിന് ഇതിന്റെ 50% കിട്ടും. അത് നോട്ട് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, അടുത്തതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് കേട്ടിട്ടുണ്ടോ? So it was started by the government of India, RBI and NABARD in 1998. 1998
ഗവൺമെന്റും RBIയും നബാർഡും കൂടി തുടങ്ങിയ ഒരു പരിപാടിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ദ ഫാമേഴ്സ് ആക്സസ് ടു ടൈംലി ആൻഡ് അഡീക്വേറ്റ് ക്രെഡിറ്റ്. ഫാമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, സമയത്തിനും പിന്നെ പെട്ടെന്നുള്ള ആവശ്യത്തിനുള്ള ക്രെഡിറ്റ് കിട്ടാൻ ഈ ഒരു സ്കീം സഹായിക്കുന്നുണ്ട്. ബജറ്റ് 2012-13 ഹാസ് എക്സ്പാൻഡ് ദ സ്കോപ്പ് ഓഫ് KCCS. നൗ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് സ്മാർട്ട് കാർഡ് ആൻഡ് ATMs. ഇതെന്ത് ചെയ്യാൻ പറ്റും, സ്മാർട്ട് കാർഡായിട്ടും അല്ലെങ്കിൽ ATMസിലും നമുക്ക് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ്, നോട്ട് ചെയ്തോളൂ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ഈ മിനിസ്ട്രിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വിത്ത് നബാർഡാണ്. നബാർഡിന്റെ കൂടെ ആണ് ഈ മിനിസ്ട്രി എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ബെനിഫിറ്റുകൾ വരുന്നത്, ഒന്ന് ക്രെഡിറ്റ് ഫോർ പ്രൊഡക്ഷൻ. അതായത് ഈ കാർഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഫാമേഴ്സിന് അവരെ സീഡ് വാങ്ങാൻ, അല്ലെ വിത്തുകൾ വാങ്ങാൻ, അല്ലെ ഫെർട്ടിലൈസേഴ്സ് വാങ്ങാൻ, പെസ്റ്റിസൈഡ് വാങ്ങാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമതൊന്ന് ക്രെഡിറ്റ് ഫോർ പോസ്റ്റ് ഹാർവെസ്റ്റ്. ഹാർവെസ്റ്റിന് ശേഷം എന്ത് ചെയ്യാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിനും അല്ലെങ്കിൽ ആ പോസ്റ്റ് ഹാർവെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെ അതിൻ്റെ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ഈ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും, ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. പിന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അത് പൊതുവെ ലോ ആയിരിക്കും, കാരണം ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്, ഗവൺമെന്റ് ഇറക്കുന്ന സ്കീമാണ്. സോ ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, അടുത്തതാണ് നാഷണൽ ബാംബു മിഷൻ. ഈ നാഷണൽ ബാംബു മിഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. So, the National Bamboo Mission is a government scheme launched in 2018 to promote the cultivation and use of bamboo in India. മുളകളില്ലേ, മുളകളുടെ കൾട്ടിവേഷനും പിന്നെ അതിന് ഗ്രോത്തിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു മിഷനാണ് നാഷണൽ ബാംബു മിഷൻ എന്ന് പറയുന്നത്. 2018 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഓക്കെ, ഇറ്റ്സ് എൻ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. എന്താണ് സെൻട്രൽ സ്പോൺസേർഡ് സ്കീം? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതിൻ്റെ ഫണ്ടിങ് ഷെയർ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ സെയിം മിനിസ്ട്രിയാണ്, ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ഓക്കെ, ഈ മിനിസ്ട്രി, ഇതിന്റെ ഹെഡ് ആരാന്നറിയോ, ഇതിന്റെ മിനിസ്റ്റർ ആരാന്നറിയോ? ആരാന്നറിയോ? ദ കറണ്ട് മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ചിലപ്പോൾ ഇത് ചോദിക്കാട്ടോ, എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. മിനിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഇത് കറണ്ട് അഫയേഴ്സ് എന്നുള്ള നിലക്ക് അറിയോ?
ഇതിന്റെ ആരാ മിനിസ്റ്റർ എന്നുള്ളത്? എന്തേലും ഐഡിയ ഉണ്ടോ? ആരും ഇല്ലേ? ഇല്ല സർ, അറിയില്ല. അറിയില്ല. ഓക്കെ, എന്നാൽ ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് ഇതിന്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്തോളൂ. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. ഓക്കെ, the scheme aims to increase the area under bamboo cultivation, improve the quality of bamboo products, and create new employment opportunities in bamboo sector. ആ സെക്ടറിലെ ഓപ്പർച്യൂണിറ്റി, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി കൂട്ടുക, പിന്നെ കൾട്ടിവേഷൻ കൂട്ടുക, അതൊക്കെയാണ് ഈ മിഷന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വരുന്നത് രാഷ്ട്രീയ കൃഷി വികാസ് യോജന. രാഷ്ട്രീയ കൃഷി വികാസ് യോജന. It was launched in 2007-8 with an outlay of 25,000 crore in the 11th plan. 11th പ്ലാനിംഗ് കമ്മീഷനിലെ 11th പ്ലാനിലാണ് എന്ത് വരുന്നത്? ഈ രാഷ്ട്രീയ കൃഷി വികാസ് യോജന മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. ആ രീതിയിൽ ചിലപ്പോൾ ചോദ്യം വരും കേട്ടോ. ഈ സ്കീമുകൾ ഏത് പ്രധാനമന്ത്രിന്റെ കീഴിലാണ്? മൻമോഹൻ സിംഗ് ആണോ, മോഡിന്റെ ആണോ? പുതിയ പുതിയ പേരുകൾ, നല്ല ഷോർട്ട് ഫോമിൽ അടിപൊളിയായിട്ടുള്ള വരുന്ന സ്കീമുകളൊക്കെ വരുന്നത് മോഡിയുടെ കീഴിലാണ്. നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് മോഡി ഭരിക്കുന്നതുകൊണ്ട് പല പുതിയ സ്കീമുകളും മോഡിയുടെ കീഴിലായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ചില സ്കീമുകളും നമ്മൾ നോട്ട് ചെയ്യണം, ആരുടെ കീഴിലാണ്, അല്ല ആ സമയത്ത് കണ്ടംപററി ആയിട്ടുള്ള പ്രധാനമന്ത്രി ആരായിരുന്നു എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2007-8 വിത്ത് an outlay of 25,000 crore. It is an incentive for states to enhance public investment to achieve a 9% growth rate in agriculture and allied sector. ഇത് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റുകൾക്കുള്ള ഒരു ഇൻസെന്റീവ് ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനും ഒരു 9% ഗ്രോത്ത് അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെട്ടുള്ള സെക്ടറിലും ഒരു 9% ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഈ രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന് പറയുന്നത്. ഓക്കെ, സോ രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഫണ്ടിങ് വിൽ ബി റൂട്ടഡ് ഇൻ ദ ത്രീ കോമ്പോണൻസ്. ഒന്ന് പ്രൊഡക്ഷൻ ഗ്രോത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അസറ്റ്, മൂന്നാമത് സബ് സ്കീംസ് ആൻഡ് ഫ്ലെക്സി ഫണ്ട്. ഈ 3 തരത്തിലുള്ള കോമ്പോണൻസിലായിരുന്നു ഫണ്ടിങ് ഉണ്ടായിരുന്നത് ഈ സ്കീമിൽ, രാഷ്ട്രീയ കൃഷി വികാസ് യോജന. ഓക്കെ, ഇനി 1-2 PYQs ആണ് ഇത് ചെയ്യാം. In which year Kisan credit card was started? ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ ABCD.
ചെയ്തോ? ബി 1998. 1998. ഓക്കെ, അതെ, ബി തന്നെയാണ് 1998. അടുത്ത, which of the following organizations look after the credit needs of agriculture and rural development in India? A. FCI, B. IDBI, C. NABARD, D. ICAR. ഇത് ചെയ്തോളൂ. സി. ഹർഷാനോ? സി. ഓക്കെ, സി തന്നെയാണ്. നമ്മൾ നോക്കേണ്ടത് നബാർഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, റൂറൽ ഡെവലപ്മെന്റും റൂറൽ ഏരിയയിൽ അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നബാർഡ് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് നബാർഡ്. നെക്സ്റ്റ്, which of the following is the central nodal agency for implementing the price support operations for commercial crops in India? നാഫെഡ്. ഓക്കെ ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് നാഫെഡ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് റീസൺസ് of continuous decline in average land holdings size in India. അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക.
ഏതാണ്? സർ ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അതായത് ലാൻഡ് ഹോൾഡിംഗ് സൈസ് ഇന്ത്യയിൽ കുറയുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതിൽ കുറവ് വരുന്നതെന്നുള്ളത്. ഏതൊക്കെയാ? മനസ്സിലായില്ലേ ക്വസ്റ്റ്യന്? അതായത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ലാൻഡിന്റെ കുറവാണോ? അതെ അതെ. എന്തുകൊണ്ടാണ് ലാൻഡ് ഹോൾഡിങ്സ് ഇന്ത്യയിൽ ഇങ്ങനെ കുറയുന്നെന്നുള്ളത്, അതിൻ്റെ റീസൺസ്. സോ ആൻസർ എന്ന് പറയുന്നത് 3 4ആണ്. ഒന്ന് ഡിസയർ ഓഫ് ലാൻഡ് ഓണർഷിപ്പ്, രണ്ടാമത്തെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് ഇവരാർക്കും കൊടുക്കൂല, ഉള്ളവർ വേറെ ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ സർ. അത് ആവറേജ് മറ്റുള്ളവർക്ക് കൂടി കിട്ടുന്നില്ല. ഒരു കോൺസെൻട്രേഷൻ ആണ് അവിടെ വരുന്നത്. ഒരാളുടെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ഇൻഹെറിറ്റൻസ് ഉണ്ടാകുമ്പോൾ അവരെന്താ ഓട്ടോമാറ്റിക്കലി അടുത്ത തലമുറയിലേക്ക് അത് കൈമാറി വരികയാണ്. മറ്റുള്ളവർക്ക് അത് കിട്ടുന്നില്ല ആ ലാൻഡ്. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് പ്രോഗ്രാംസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദർ ലോഞ്ച്. ചെയ്തോ? കിട്ടിയോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കുമോ? ഓക്കെ. കിട്ടിയോ? യെസ്, സി ആണ്. വളരെ സിമ്പിളാണ്. നമ്മൾ നോക്കേണ്ട കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് 98-ലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ആദ്യം വരുന്ന ഏതാണുള്ളത് നോക്കാം. ഇത് രണ്ടും കട്ട് ചെയ്യാം. പിന്നെ എന്താണ്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന 2019 ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് അതേതാ? മൂന്ന് ലാസ്റ്റ് വരുന്ന ഏതാ ഉള്ളത്? ഓപ്ഷൻ സി മാത്രമാണ്. അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഇല്ല സർ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ?
അർച്ചന ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്തേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.